മസ്താനിക്ക് ഒരുപാട് പേര് മസ്താനിയെ പുറത്താക്കും എന്ന് പറഞ്ഞു. മസ്താനി ഒരിക്കലും പുറത്തു പോകില്ല. മസ്താനി എങ്ങനായാലും ഒരു 4-5 ആഴ്ച അവിടെ നിൽക്കും. കാരണം ക്രിഞ്ച് സാധനത്തിനെതിരെ ആദ്യമായിട്ട് ശബ്ദിച്ച അല്ലെ അതിനെതിരെ ഓപ്പോസിറ്റായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് മസ്താനി. അവിടെ ആരെങ്കിലും പുറത്തായി കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞോട്ട് നിലവിളി പടവിളി എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ, ഗെയിമല്ലേ, എന്തിനാണ് ഈ ക്രിഞ്ച് സാധനം കാണിക്കുന്നത്? അത് മസ്താനി അവിടെ കാണിച്ചു കൊടുത്തു, കൈയടിച്ച് കാണിച്ചു കൊടുത്തു. കൈയടിക്കുന്നത് നല്ലതാണോ നല്ല അല്ലയോ എന്നുള്ളത് വേറെ കാര്യം, എങ്കിലും ഒന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ ജിഷിനൊക്കെ അവിടെ എന്താണ് മോഹൻലാൽ ഒരു സാധനം ഒപ്പിട്ട് കൊടുത്തു. ഇപ്പൊ എനിക്കാണ് ഒരു ടീഷർട്ടിൽ ഒപ്പിട്ട് വന്നെങ്കിൽ എനിക്ക് സന്തോഷവും. ഈ ഭയങ്കര മോഹൻലാൽ വലിയൊരു മനുഷ്യനല്ലേ. പക്ഷെ ഇയാൾ എന്താണ് കാണിക്കുന്നത്? ക്യാമറയിൽ പോകുന്നു, കരയുന്നു, നെഞ്ചത്തടിച്ച് കരയുന്നു, എന്നെ ഭയങ്കര എന്ത് ക്രിഞ്ചാ മോനെ ഇത്. ഇങ്ങനെ ക്രിഞ്ച് കാണിക്കില്ലേ, നാണക്കേടാണ്. സീസൺ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ഇപ്പൊ 7ാമത്തെ സീസണിൽ നിൽക്കുക. ഇപ്പോഴും ഈ പഴയ കുഞ്ഞിപ്പും തൊഴിലും അല്ലെങ്കിൽ ഈ സ്ഥിരം കാണിക്കൊണ്ടിരുന്ന ക്ലീശിയ ക്രിഞ്ചുകൾ ഇതൊക്കെ അവസാനിപ്പിക്കാൻ സമയമായി. നമ്മൾ കാലം മാറുന്നു, നമ്മൾ പുരോഗതിയിലോട്ട് വരുന്നു. ഈ നാണം കെട്ട പരിപാടികൾ അവസാനിപ്പിക്കുക, അത് മതി. അല്ലാതെ കടന്ന് ഉമ്മ കൊടുക്കുന്നു, കരയുന്നു, നെഞ്ചത്തടിക്കുന്നു, അനുമോളൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത്? കാലം മാറട്ടെ, സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അപ്ഡേറ്റ് ഉണ്ടാവണം.